ഹായ് ഓൾ, എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, നമുക്കറിയാം നമ്മൾ പോർഷൻ പക്വാടയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാർച്ച് മാസത്തിൽ നമ്മൾ 2 CB ചെയ്തിട്ടുണ്ട്. ഈ ചെയ്ത 2 CBയും നിങ്ങൾക്ക് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടോ, നിങ്ങൾ ചെയ്ത് എൻ്റർ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് നമുക്ക് പോർഷൻ പക്വാടയുടെ ഭാഗമായിട്ട് നമ്മുടെ പോർഷൻ ട്രാക്കറിൽ മാത്രമല്ല, കൂടാതെ നമ്മുടെ ജൻ ആന്തോളൻ പോർഷൻ പക്വാട ജൻ ആന്തോളൻ ഡാഷ്ബോർഡിലും നമ്മളെടുത്ത് 2 CBയും എൻട്രി വരുത്തിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലർക്കും സംശയം ഉണ്ടാവും, ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എൻട്രി വരുത്തി എന്നുള്ളത് ഉറപ്പില്ല, അതെങ്ങനെ ക്ലിയർ ചെയ്യാം, എങ്ങനെ എൻട്രി വരുത്തി എന്നുള്ളത് എങ്ങനെ ഉറപ്പ് വരുത്താമെന്ന് പലർക്കും സംശയങ്ങൾ പറഞ്ഞു, ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും ഇതിൽ പറയുന്നത് പോലെ നിങ്ങളെ ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ ലാസ്റ്റ് ഓർഗനൈസ് CB എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോർഷൻ ട്രാക്കറിലൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പോർഷൻ ട്രാക്കർ ഒന്ന് എടുക്കുക. പോർഷൻ ട്രാക്കർ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, മോർ ഓപ്ഷനിൽ പോവും, അവിടെ നിങ്ങൾ ഇവൻ്റ് എന്ന് പറഞ്ഞ സെഷനിൽ പോവും. ഈ ഇവൻറ്റ്സിലാണ് നമ്മൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പരിപാടികളൊക്കെ ഇവിടെ വരാം, ഇവൻറ്റുകളിലാണ് വരിക. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ നമ്മൾ യോഗ ഡേ ആചരിക്കാറുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് യോഗ ഡേ, VHSND, CB, പിന്നെ നിങ്ങൾക്കുള്ള ട്രെയിനിങ് മോഡ്യൂളുകൾ, അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്, ഇവൻറ്റുകളായിട്ട് നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി CB ആണ്, അപ്പോൾ നമ്മൾ CB സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ഒന്ന് 14-ാം തീയതിയും ഒന്ന് 18-ാം തീയതിയും വന്നിട്ടുണ്ട്. രണ്ടും പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് ഇതിൽ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ നമുക്കറിയാം, ഇതിനകത്ത് പറയാറുണ്ട് നമുക്കിപ്പോൾ കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് സുപോഷൻ ദിവസമായിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞു ഒരു തീം, ഒരു CBയുടെ തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്തും ഒന്നില്ലെങ്കിൽ രണ്ടും സുപോഷൻ ദിവസം ഇടും, അല്ലെങ്കിൽ രണ്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിനൊക്കെ ഇട്ടിരുന്ന കേസുകളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഡയറക്ടറേറ്റിൽ നിന്ന് തരുന്ന നിർദ്ദേശം അനുസരിച്ചുള്ള തീം അത് തന്നെയായിരിക്കണം നിങ്ങൾ ഓരോ ദിവസവും ഇട്ട് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ആ പരിപാടി നടത്തുമ്പോൾ ആ തീം തന്നെ വേണമല്ലോ. പക്ഷേ നമുക്ക് ഇപ്രാവശ്യത്തെ മാർച്ച് മാസത്തിലെ തീം രണ്ടും പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിരുന്നു. അതുകൊണ്ട് ഈ ടീച്ചർ ഇട്ട് കൊടുത്ത് കറക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോക്കുമ്പോഴും 14-ാം തീയതിയും 18-ാം തീയതിയും പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് കാണാം. കാരണം ഇത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന 2 തീമിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ 2 എണ്ണം വന്നൊന്ന് ചെക്ക് ചെയ്യുക. 14-ാം തീയതിയും 18-ാം തീയതിയും പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് വന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് കറക്റ്റാണ്, നിങ്ങൾക്ക് ഇത് എൻട്രി കറക്റ്റാണ്, 500 രൂപയ്ക്ക് നിങ്ങൾ അർഹരാണ്. പിന്നെ ചില കേസുകൾ നിങ്ങൾക്ക് കാണാം, ഡിഡ് യു ഓർഗനൈസ് ദി CB എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യും, നമ്മൾ ഡേറ്റ് അടിച്ചു കൊടുക്കും, തീം അടിച്ചു കൊടുക്കും, സബ്മിറ്റ് ചെയ്യും. നമ്മൾ ചെയ്യാറുള്ളതല്ലേ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ 2 എണ്ണം ഇതുപോലെ ലിസ്റ്റ് ആവാതെ ഡിഡ് യു ഓർഗനൈസ് CB എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വരുന്നു, അതിന് താഴെ ഒരു ദിവസത്തെ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ അതിനകത്ത് ഡിഡ് യു ഓർഗനൈസ് എന്നുള്ളടത്ത് യെസ് കൊടുത്ത് ഡേറ്റ് അടിച്ച് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് കാണിച്ച് സബ്മിറ്റ് കൊടുക്കണം. കാരണം 2 എണ്ണം ചെയ്തിരിക്കണം, നമുക്ക് ഈ മാസം കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, 2 എണ്ണം ഇങ്ങനെയുള്ളവർ 2ഉം ചെയ്തു എന്നുള്ള ഉറപ്പാണ്. നമുക്കൊരു മാസത്തിൽ മാക്സിമം 2 CB ആണ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ 2 എണ്ണം ഇങ്ങനെ വന്നത്. 3-ാമതിനിൽ നമ്മൾ ഓപ്ഷനില്ല. അപ്പോൾ എല്ലാ ടീച്ചർമാരും ഇത് ചെക്ക് ചെയ്യുക. ആരെങ്കിലും ഒരെണ്ണം മാത്രം ചെയ്ത കേസുണ്ട്, അല്ലെങ്കിൽ 2ഉം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2ഉം ചെയ്യാത്തൊരു കേസും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക. ചെയ്തവരുണ്ടെങ്കിൽ ഇതുപോലെ 2 എണ്ണം വന്നിട്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് കൺഫേം ആക്കുകയും ചെയ്യുക. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്തില്ല എന്നുള്ള റിപ്പോർട്ട് വന്നാൽ നിങ്ങളുടെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉപകരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെയ്തോളാം. നമ്മൾ പോർഷൻ പക്വാടയുടെ ഭാഗമായിട്ടും അതുപോലെ മാർച്ച് മാസത്തും ആയിട്ടാണ് നമ്മൾ ഈ CB ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.